കോഴിക്കോടും ട്രെയിനൊക്കെ ടാറ്റ പറഞ്ഞ് ഇറങ്ങുവാണ് കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് നിന്നേറ്റ് കുറേ നാളായി വിചാരിക്കുന്ന ഇവിടെ ചെയ്യൂല 700 ഗ്രാമിന് 500 തൊഴഞ്ഞു മൂരാട് പാലെത്തുന്നില്ലേ ഉള്ളൂ കേട്ടാ. മോന് ഇഷ്ടമല്ല എടുത്തോ. സമയം 7:30 ഞാനൊരു പെട്രോൾ പമ്പിലാണ് ഉള്ളത് കേട്ടോ. മലപ്പടകം കൊതിയനായത്. ഏതാ വേണ്ട? ഇത് വേണോ? ഏതാ? ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗുരുവായൂർ പോവാണ്. ഒരു 12:30 കഴിഞ്ഞ് പിന്നെ ഏട്ടൻ പറയുകയാണ് നമുക്ക് ഗുരുവായൂർ പോയാലോ. പിന്നെ ഒന്നും നോക്കിയില്ല, ഓടിപ്പോയി കുളിച്ച് ഡ്രസ്സൊക്കെ ഏതൊക്കെയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ക്രിസ്മസ് ആണ് കേട്ടോ. അപ്പോൾ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി പുറത്ത് പോകുമ്പം പുറത്തുനിന്ന് കഴിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ പുൽക്കൂടും ട്രെയിനൊക്കെ ടാറ്റ പറഞ്ഞ് ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ പറയാൻ വിട്ടതാണ്, ഹാപ്പി ക്രിസ്മസ് ടു ഓൾ. അപ്പോൾ ഞാൻ വണ്ടി കയറാൻ പോവാണ്. അമ്പാടി ഇതാ അവിടെ ഇരിപ്പുണ്ട്, അമ്മയും വരുന്നുണ്ട്. പെട്ടെന്നാണ് തീരുമാനിച്ചത് കേട്ടോ. അപ്പോൾ അമ്മ ഇപ്പോഴാണ് പറയുന്നത് വരുന്നുണ്ടെന്ന്. അപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോവാണ് കേട്ടോ. ഏട്ടൻ ഗേറ്റൊക്കെ അടച്ചു, ഇതാ വണ്ടി കയറുവാണ് കേട്ടോ. നമ്മളിപ്പോൾ എവിടെയാണ് പോകുന്നത്? തമാശ കളിക്കല്ലേ, ഇതൊന്നും ഞാൻ കട്ടില്ലേ. പിന്നെ ഗുരുവായൂർ പോകുന്നത് അതല്ല, അതിന് മുന്നേ ഇപ്പോൾ എവിടെയാണ്? പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് പോവാണ്. എന്നിട്ട് നമുക്ക് നേരം അമ്മേൻ്റെ അടുത്ത് പോയിട്ട് അമ്മേനെ പിക്ക് ചെയ്തിട്ട് വരണം. ഇപ്പം സമയം 1:45 കഴിഞ്ഞു കേട്ടോ. 12:30 പറയുന്നത്. 12:30 ആയെന്ന് തോന്നുന്നു കേട്ടോ. ആ സമയത്താണ് പറയുന്നത് നമുക്ക് ഗുരുവായൂർ പോയാലോ എന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, എന്തൊക്കെയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അയ്യോ, ഒരു പത്രപ്പാട് നടക്കുന്നു. 1 മണിക്കൂർ കൊണ്ട് എല്ലാം എടുത്ത് വെച്ചെല്ലാം ഒന്ന് സെറ്റാക്കി. 1:45 കഴിഞ്ഞു കേട്ടോ. നല്ലപോലെ വിശക്കുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. രാവിലെ മര്യാദയ്ക്ക് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ. ഇവരൊക്കെ നല്ലപോലെ കഴിച്ചു. അമ്പടി നമ്മുടെ മൂകാംബിക അമ്പലത്തിലെ കുറിയാണ് കേട്ടോ തൊട്ടിരിക്കുന്നത്. ഞാൻ കുങ്കുമായിട്ട് തൊട്ടേ, പിന്നെ അവനിവിടെ കുറി തൊടാന്ന് പറഞ്ഞാൽ അങ്ങനെ തൊട്ടാണ്. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് നിന്നേറ്റ് കുറേ നാളായി വിചാരിക്കുന്ന അമ്പാടിൻ്റെ ചോറൂണ് അച്ഛൻ പണ്ട് നേർന്നതാണ് കേട്ടോ. പിന്നെ കോവിഡ് ആയത് കാരണം അടച്ചു പൂട്ടിയിട്ടുണ്ട്, ഒന്നും നടന്നില്ല. പിന്നെ നമ്മൾ അതിന് ശേഷം കുറേ തവണ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗുരുവായൂർ. പക്ഷെ അന്നൊക്കെ എന്തൊക്കെ കാരണവശാൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ചോറൂണ്. അപ്പോൾ ഇപ്പം എന്താ 3 വയസ്സാവാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിന് മുൻപ് വലിയ കുട്ടികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, ചോറൂണ് കൊടുക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ചോറൂണൊക്കെ കൊടുത്തിട്ട് വരാം, അങ്ങനെയാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ പുക ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ് കേട്ടോ. നമ്മുടെ CM ഹോസ്പിറ്റലിൻ്റെ അങ്ങോട്ടൊന്നും എത്തണ്ട. ഇവിടെ എവിടെയാ പറയുക, പെരുവട്ടം താഴാൻ തോന്നുന്നു പറയാം കേട്ടോ. ഇവിടെ ചെയ്യൂല. അപ്പം നമ്മൾ കുളത്തിൻ്റെ അവിടെ പോയിട്ട് ചെയ്യാന്ന് വെച്ചു. കുളിച്ചിട്ട് മുടിയൊന്നും അറിയിട്ടില്ല, അതുകൊണ്ടൊക്കെ എത്താത്ത കേട്ടോ. ഇങ്ങനെ ഇട്ടിരിക്കുക. അമ്പാടി ഏട്ടനും രാവിലെ തന്നെ കുളിച്ചോണ്ട് പ്രശ്നമില്ല, ഞാൻ മാത്രമായിരുന്നു കുളിക്കാണ്ടിരുന്നത്. പെട്ടെന്ന് കുളിച്ച് റെഡിയായതാണ്. എവിടെ ഷോപ്പ്? ഇതാ കുളത്തിൻ്റെ അവിടെയാണ് കേട്ടോ. ഇത് നമ്മൾ മുൻപ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഫ്രണ്ട്സിനപ്പം അവിടെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അബൂക്ക മക്കാനി ഇവിടെയാണ് കേട്ടോ ചെയ്യണ്ടേ. ഉച്ചഭക്ഷണത്തിൻ്റെ സമയമുണ്ട്, എല്ലാവരും തിരക്കിലാന്ന് തോന്നുന്നു. ഇവിടെ അന്ന് പോയിട്ട് നമുക്ക് സീറ്റ് കിട്ടിയില്ല, കുറേ സമയം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ. അത്യാവശ്യം തിരക്കുണ്ട് ഉച്ച സമയമാകുമ്പോഴത്തേക്കും. 12:30 ആ ഒരു സമയത്തെല്ലാം തോന്നുന്നു ഫുഡ് റെഡി ആവുള്ളൂ, നേരത്തെ ഒന്നും ആവില്ല. ഞങ്ങളന്ന് വന്ന സമയത്ത് കുറേ സമയം വെയിറ്റ് ചെയ്തതിന്, ഒരു 10 മിനിറ്റോളം. പിന്നെ നമ്മൾ പുക ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അമ്പാടി നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അമ്മേനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോവാണ്.
പിന്നെ ഒരു കാര്യം, നമ്മുടെ ക്രിസ്മസിൻ്റെ വ്ളോഗ് ഞാൻ ഔട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ, കാരണം ഫോണിൽ മെമ്മറി ഇല്ല. പിന്നെ നമ്മൾ ഇന്ന് രാവിലെ ഞാൻ പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ കാരണം വീട്ടിൽ വൈഫൈ ഉപയോഗിച്ച് തന്നെ അപ്ലോഡ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ടൈറ്റിലും കാര്യങ്ങളൊക്കെ കൊടുക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിപ്പം വണ്ടിക്ക് കുത്തിറങ്ങിയിട്ട് അതിൻ്റെ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ട് സമാധാനമുണ്ട്. ഇല്ല പിന്നെ ഗുരുവായൂരത്ത് വ്ളോഗ് എടുക്കാൻ പറ്റില്ല, കാരണം മെമ്മറി ഫുള്ളായിട്ട് കിടക്കുവാണ്. ഒരുപാട് വ്ളോഗ് മുന്നേത്തെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്നും അപ്ലോഡ് ചെയ്യാനുള്ള സമയം സന്ദർഭം എനിക്ക് കിട്ടുന്നില്ല. എന്താണെന്ന് അറിയില്ല, ഇപ്പം വളരെ ഒട്ടും സമയമില്ല ഒരവസ്ഥയിലാണ്. നമ്മുടെ വടകര പ്രകാശ് ഹോട്ടലിൽ തിരക്കുണ്ടോ? അങ്ങനെ തിരക്കാണ് കേട്ടോ. അതാണോ? നല്ല തിരക്കാണ് അവിടെ. മൊത്തം അതിൻ്റെ ബ്ലോക്കും വണ്ടികളാണ് ഇവിടെ സൈഡിലൊക്കെ തന്നെ കേട്ടോ. അപ്പം അമ്മേനെ കൂട്ടിയിട്ട് നമുക്ക് വരാം. അമ്മ ഇതാ വീടൊക്കെ കിടക്കാണ്, നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. 2:30 ആയിട്ടുണ്ട് സമയം. നല്ല വിശപ്പാണ്. വടകര ഏട്ടാ പ്രകാശ് ഹോട്ടലിൽ പോകാൻ പറ്റുമോ? അവിടെ നല്ല തിരക്കാൻ തോന്നുമല്ലോ. അമ്പാടീനെ എഴുന്നേൽപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് ഞാൻ. പൊടിച്ച ഭക്ഷണമൊന്നും കഴിക്കാണ്ടായി. എഴുന്നേക്കുമോവേ? എന്ത് വേണമെന്ന്? ഇന്ന് രാവിലെ മുതൽ പുതിയ വേർഡ് പഠിച്ചിട്ടുണ്ട്. വേണം, എന്ത് പറയും? വേണം വേണം, എന്താ ഉദ്ദേശിക്കുന്ന മനസ്സിലാവുന്നില്ല. അമ്പാടി എന്ത് വേണമെന്നാ പറഞ്ഞേ? വന്ന് അപ്പട് മാറ്റി പിടിച്ച് പാഞ്ഞതാ. ഇപ്പൊ മാമി ഒന്ന് ചെടി നോക്കണം. മാമി സമയം ഉണ്ടെങ്കിൽ ഒന്ന് തിരക്കൊഴിഞ്ഞാട്. കല്യാണത്തിന്റെ മാത്രമല്ല, ഹോസ്പിറ്റലെല്ലാം അടുത്തുള്ളതല്ല. അപ്പൊ അടുത്ത സ്റ്റാഫെല്ലാം അങ്ങോട്ട് പോകും. ജനുവരി 1 മുതൽ. വേണ്ട, ഭയങ്കര റേറ്റ് ആയിന്. ആ ചോക്ലേറ്റ് ബട്ടർ സ്കോച്ച് 150. 2 ബട്ടർ സ്കോച്ചും 1 കപ്പ് ഐസ്ക്രീം. 50 രൂപേന്റെ ചോക്ലേറ്റ്. 500 രൂപ അല്ലേ? 700 ഗ്രാമിന് 500 രൂപ. മോന് മേടിച്ചിട്ടില്ലാന്ന് വെച്ചിട്ടാ കരയുന്നേ. 1 കിലോ കേക്കിന് 500 രൂപ. 750 500 രൂപ ഇവിടെ പറഞ്ഞപ്പോ. ഇവിടെ എന്തോ ഓഫർ ഉണ്ടെന്നാ ചേച്ചി പറഞ്ഞത്. ഇതിപ്പോ ക്രിസ്മസ് ന്യൂ ഇയറിന്റെ ആയിരിക്കും. ഓഫർ ചോക്ലേറ്റ് 50 രൂപേന്റെ ചോക്ലേറ്റ്. ഞാൻ പാട്ടിട്ട് അവൻ എന്നോട് പറയും, എടി എനിക്ക് ഫ്ലവേഴ്സ് ഇങ്ങനെ ഒന്ന് പഠിക്കുമ്പോൾ ഒന്നും കൂടെ വായിക്കാൻ എനിക്ക് സത്യം, എനിക്ക് ഇത്ര നല്ല സൗണ്ട് ഫ്ലവേഴ്സിൽ എന്താ എനിക്കൊരു അവസരം. അമ്പാടി നീ എന്താ കഴിക്കാത്ത? കൈ പിടിച്ചിട്ട് സങ്കടപ്പെടുന്ന? അത് തണുക്കും കാത്തു നിൽക്കുന്നതായിരിക്കും. ഒന്ന് തിന്നിട്ടല്ലോ, ക്ഷീണം തീർക്കുന്നതാ. എന്നിട്ട് അടുത്തത് കണ്ടു. അങ്ങനല്ല, അതേ ബാഗ് നമുക്ക് എന്റെ ടിക്കറ്റ് ഞാൻ എടുക്കും. ഒരാൾക്ക് എത്ര ടിക്കറ്റിന്? കോഴിക്കോട് പോണ്ട പത്മനാഭ സംക്ഷേത്രത്തിൽ പോവാടാ. എവിടെ പോവാനമ്മ? തിരുവനന്തപുരത്തിൽ പത്മനാഭ സംക്ഷേത്രത്തിൽ. കോഴിക്കോട് പോയിട്ട് കയറണം അല്ലേ? അത് സാരില്ല. അതെ, ആദ്യമായിട്ടൊന്ന് കയറുന്നല്ലേ? നമുക്ക് ട്രെയിൻ ലോക്കൽ അങ്ങാടി പോരാ. അതെ, ടിക്കറ്റ് എടുക്കാൻ ഞാൻ വരാം. പിന്നെ എടുക്കാം. ഫുഡ് താമസം ഫുഡ് തന്നെ
കഴിച്ചു കഴിഞ്ഞാ പാല് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ എടുത്തിട്ട് കഴിച്ചോട്ടെ മൊത്തം പാലിട്ട് തള്ളി. തണുത്തൊന്ന് റെഡിയാവാൻ കാത്തുന്നതാ. ബാബുറേ ഇങ്ങനെ പറഞ്ഞോണ്ട് ഇങ്ങനെ തൊഴഞ്ഞ് മൂരാട് പാലെത്തുന്നില്ലേ ഉള്ളൂ കേട്ടാ. പറഞ്ഞേ നിങ്ങൾക്കല്ലേ. നമ്മളെത്ര മണിക്കാ? ഒരു 1:30 വീട്ടിൽ നിന്ന് ഇറങ്ങിക്കില്ല. ഇല്ല 12:55 12:04. ആ ശരിയാ 12. ഇല്ല നിങ്ങൾ കാത്തിട്ട് പറയാ നാടന്ന് വീട്ടിലല്ല എല്ലാം പുകട്ടാ സ്റ്റീം പോയത്. ഇപ്പൊ വണ്ടിയിലുള്ളത് ഞാൻ കേട്ടാ. ജനുവരി 8 വരെയാ. ഞാൻ സർക്കാരെ പോവാ. നമ്മള് ഞാൻ കാസിനോട് പറയണം സർക്കാരെ പോവാടെന്നത്. ജനുവരി 8 വരെ അല്ലേ? ഞാൻ ചോദിക്കട്ടെ എനിക്ക് ഏത് ഹോസ്പിറ്റലിലുള്ള ഐസ്ക്രീം മതിയാ? പിന്നെ ചാടുന്ന എന്താണ് ഒരു ഓട്ടോ വിളിച്ച് വന്നുവിടാനാ. അമ്പടി ഉറങ്ങുന്നു. ഗൂഗിൾ പേ ഉണ്ട്. ടിക്കറ്റ് പൈസ പഴംപൊരി ഇല്ല അല്ലേ? എൻ്റെ മോന് ഇഷ്ടമല്ല എടുത്തോ. ഏതാ വേണ്ടേ? ആ ഇവിടെ തന്നെ വെക്കാം. എന്നിട്ട് ഇഷ്ടമല്ല എടുത്തോ. മുട്ട പച്ചത് വേണ്ട. മോൻ കഴിച്ചോ? അത്തിരിക്കാൻ പാടില്ല. കുടിച്ചോട്ടോ തിന്നട്ടെ. എടുക്കുമ്പം നെഞ്ഞെത്തും പുറത്തും വേദന എന്താന്ന് എനിക്ക് മനസ്സിലാവില്ല. മോൻ 2 ചോക്ലേറ്റും കഴിച്ച് വെള്ളം കുടിക്കാൻ പോകുന്നു. സംതൃപ്തി അടങ്ങി. ലമ്പടി എന്തല്ല കഴിച്ചേ? ചോക്ലേറ്റ്, ഐസ്ക്രീം 2. എന്തെങ്കിലും ബാക്കിയുള്ള ഫുൾ ഉറക്കല്ലേ വാവേ? അമ്പടിക്കിട്ട ഉറക്കല്ല മതിയായോ അവക്ക്? ഉറക്ക മതിയാ? കച്ചുന്നേ ഓളങ്ങന്ന് പറയുമ്പോ നമുക്ക് മാമന്റെ അടുത്ത് മാമനെ കാണുമ്പോ മാമ വീട്ടിൽ പോന്നറിയേ. അന്നേരം വേഗിയോ അത് അമ്മ വന്നൊക്കെ മാമനെയും കാണുന്നില്ല. അമ്മമ്മ വലിയ ഇതിലായിരിക്കും. അമ്മമ്മ മാമ പോയേ. എന്താടി അതിങ്ങ താത്തിക്കോ. സീറ്റ് താത്ത്. അങ്ങനെ താത്തുവാ. ഇങ്ങനെ പിടിച്ച് താത്ത്. പിടിച്ച് താത്ത്. ഇവിടെ ഇരിക്കേ. അതൊന്നെന്താ വേണ്ട കഴിക്കാൻ? ജലദോഷം പിടിച്ചു. എന്ത് നമ്പടിഞ്ഞ് കളിക്കുന്ന വാവേ. അച്ഛ പോയി ബിരിയാണി മേടിക്കാൻ പോയതാ. എന്താ വേണ്ട വാവക്ക്? നെയ്ച്ചോറാ വേണ്ടേ? ബിരിയാണിയാ വേണ്ടേ? എന്താ വേണ്ടേ? എന്ത് റൈസാ? ഇതെന്നാ ബിരിയാണിയാ? ഞാൻ കൊടുക്കട്ടെ എന്നിട്ട് പോവാം. ഞാൻ എടുക്കട്ടെ വാവക്ക്. പാപ്പം തരുമല്ലോ. പാപ്പം തരും. ഇത് പേടി എത്തിയല്ലേ? ഈ റോഡ് ഇങ്ങനെ ചെയ്തിട്ട് പിടുത്തം കിട്ടുന്നില്ല. നമ്മുടെ ബോർഡ് നോക്കട്ടെ ഇവിടെ എങ്ങനെ എവിടെയെങ്കിലും. അത് മതി. നമ്മൾ രാത്രി മാത്രമേ ഉള്ളൂ. വെന്നൂര് നടക്കാം. കോട്ടക്കലെത്തനയാ?
ഇപ്പോൾ സമയം 7:30 ഞങ്ങൾ പെട്രോൾ പമ്പിലാണുള്ളത് കേട്ടോ. നമ്മളെ കോട്ടക്കലൊക്കെ കഴിഞ്ഞ് കുറച്ചിങ്ങോട്ട് എത്തിയിട്ടുണ്ട്. എവിടെയാണെന്നൊന്നും അറിയില്ല. ഒന്നാമത് റോഡ് പണി നടക്കുന്നതുകൊണ്ട് എവിടെ എത്തിയെന്നൊന്നും യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ അങ്ങനെയാണുള്ളത്. അമ്പാടി ഇവിടെ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങളിതാ കോട്ടക്കലൊക്കെ കഴിഞ്ഞ് എന്താ പറയുക ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് വാഷ്റൂമിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണുള്ളത്. ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി. കാരണം നൈറ്റ് ആയത് കാരണം പുറത്തേത്തെ വ്യൂ ഒന്നും എടുക്കാൻ പറ്റില്ല. നല്ല ഇരുട്ടാണ് കേട്ടോ. സമയം 7:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് റൂമിലേക്ക് പോകും. പിന്നെ ബാക്കി എന്തൊക്കെയാണ് നടക്കുക എന്നുള്ളത് അറിയില്ല. ഏറ്റാ അമ്പാടി ഏട്ടനൊക്കെ പുറത്തിരിപ്പുണ്ട്. ഇത് അമ്പാടിക്ക് വെള്ളം വേണ്ട, അവിടെ ഇരിക്കേ. എത്ര 20? ഓക്കെ. ദാമ്പടി മലപ്പടകം ഇതാ മൂന്നാമത്തെ ഐസ്ക്രീം അല്ലേ? വടേരൊന്ന് പിന്നെ ഒന്ന് മൂന്നാമത് ഐസ്ക്രീം. ഇല്ല ഇങ്ങോട്ടാണ്. ഇതെന്താക്കുന്ന അമ്പാടി? അങ്ങനെ നൈറ്റിലത്തെ ഡിന്നറും കഴിച്ച് ഞങ്ങൾ നേരെ ഇനി റൂമിലേക്കാണ്. അപ്പോൾ 10 മണി ഏതാണ്ട് ആവാറായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പം അമ്പലത്തിലേക്ക് പോകുന്നില്ല കേട്ടോ, ഗുരുവായൂരേക്ക്. റൂമിൽ പോയി ഫ്രഷായിട്ട് കിടന്നുറങ്ങും. എന്നിട്ട് കാലത്തൊരു 4 മണിക്ക് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനായിരുന്നു ഫസ്റ്റ് എഴുന്നേറ്റ്. എന്നിട്ട് കുളിച്ച് റെഡിയായി. അപ്പോഴത്തേക്കും പിന്നെ ഏട്ടനും അമ്മയൊക്കെ റെഡിയായി. ഒരു 5:15 ആകുമ്പോഴത്തേക്കും നമ്മൾ റൂമിൽ നിന്ന് റെഡിയായി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ക്ഷേത്രത്തിലേക്ക്. അമ്പാടീൻ്റെ ചോറൂണാണ്. അപ്പോൾ ഫോണൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. ഹലോ ഗൈസ്, അങ്ങനെ കാലത്തെ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗുരുവായൂർ നടയിലേക്ക് നമ്മളിങ്ങനെ നടന്നകലുമ്പോഴത്തേക്കും പോകുന്ന വഴിക്കൊക്കെ ഒത്തിരി സ്വാമിമാരെ കാണാം. മണ്ഡലകാല കാണാമല്ലോ, അതുകൊണ്ട് തന്നെ ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ അമ്പാടീൻ്റെ ചോറൂണിന് വേണ്ടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊന്നിപ്പോൾ ഫോണും കുട്ടി ബാഗൊക്കെ എടുത്തിട്ടുണ്ട്. മിക്കപ്പോഴും വരുമ്പോൾ ബാഗൊക്കെ എടുക്കണം എന്ന് കരുതും കേട്ടോ. അപ്പോൾ വലിയ ബാഗ് അലൗഡ് അല്ലാണ്ട് ഞാൻ ചെറിയൊരു കുഞ്ഞ് ഹാൻഡ് ബാഗ് എടുത്തിട്ടുണ്ട്. പക്ഷെ ഫോൺ എന്തായാലും ക്ലോക്ക് റൂമിൽ വെക്കണം. അതുകൊണ്ട് ഞാൻ ബാഗും ഫോണൊക്കെ കരുതി ക്ലോക്ക് റൂമിലേക്ക് വെക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഗുരുവായൂരമ്പലത്തിനകത്തേക്ക് നമ്മുടെ ഫോൺ അലൗഡ് അല്ല എന്നറിയായിരിക്കുമല്ലോ എല്ലാവർക്കും. അത് മാത്രമല്ല, മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഡിജിറ്റൽ വാച്ചില്ലേ, അതും അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഞാൻ ഓർത്ത് വെച്ചിട്ട് അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. സാധാ വാച്ചൊക്കെ കെട്ടിയിട്ടോ. അപ്പോൾ ഏട്ടൻ്റെ വേഷ്ടി മുണ്ടും കയ്യിലേക്ക് പിടിച്ചിട്ട് ബാക്കി ബാഗും ഫോണും ഒക്കെ അവിടെ കൊടുക്കുകയാണ്. എന്നിട്ട് അമ്പലത്തിൽ പോയിട്ട് നമ്മുടെ അമ്പാടീൻ്റെ ചോറൂണൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമുക്ക് ഫോൺ എടുക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ അവൻ രാവിലെ തന്നെ എഴുന്നേറ്റ് അവനെ കുളിപ്പിച്ചതിന് ശേഷം ഭയങ്കര കരച്ചിലും പിച്ചിലും ഒക്കെ ആയിരുന്നു. പിന്നെ വാശിയായിരുന്നു കേട്ടോ ഓരോന്നിനും. പിന്നെ നമ്മൾ ക്ഷേത്രത്തിനകത്ത് ഫോട്ടോ ഒക്കെ അവിടെ ക്യാമറാമാൻ സെപ്പറേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവരെടുത്ത് തന്നിട്ട് ഫോണിലേക്ക് അയച്ചു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അമ്പാടീൻ്റെ ചോറൂണ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നത് കേട്ടോ.
രാവിലെ തന്നെയാണെങ്കിലും ഗുരുവായൂർ അമ്പലത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ക്യൂ ഉണ്ടായിരുന്നു, അത്യാവശ്യം വലിയ ക്യൂ ആയിരുന്നു. അങ്ങനെ അമ്പാടിൻ്റെ ചോറൂണും കഴിഞ്ഞു. നമ്മൾ എന്താ പറയുക, അമ്പലത്തിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി എന്ന് പറയുമ്പോൾ ഗണപതി ക്ഷേത്രത്തിൻ്റെ അവിടെയാണുള്ളത്. അപ്പോൾ ഇനി നമ്മൾ തേങ്ങയൊക്കെ ഉടച്ച് പ്രാർത്ഥിച്ച് എന്നിട്ട് ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ റൂമിൽ പോയിട്ട് ഒന്ന് റെഡിയായിട്ട് നമ്മൾ എന്താ പറയുക തൃപ്പയാറും അതേപോലെ കൊടുങ്ങല്ലൂർ അമ്മേൻ്റെ അടുത്തൊക്കെ പോകട്ടോ. അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെയും ഗുരുവായൂർ തിരിച്ച് വന്നിട്ട് നമുക്ക് കണ്ണനെ ഒന്നും കൂടെ കണ്ടിട്ട് തിരിച്ച് മടങ്ങാമെന്നൊക്കെയായിരുന്നു പ്ലാന്. അപ്പോൾ അമ്മയും ഏട്ടനും കൂടെ അവിടെ ഗണപതിക്ക് തേങ്ങ ഉടക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 15 രൂപയെങ്ങാണ്ടാണ് കേട്ടോ ഒന്നിന്. അങ്ങനെ ഞങ്ങളിത് തേങ്ങ ഉടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ഗണപതിക്ക് നമ്മൾ 3 പേരും തേങ്ങയൊക്കെ ഉടച്ചു. അതിനുശേഷം ഞാൻ നടയിലൂടെ ഇങ്ങനെ നടക്കുമ്പോഴത്തേക്ക് നല്ല തണുത്ത കാറ്റാണ്, ഫ്രഷ് വൈബാണ്, പോസിറ്റീവാണ് ഫുള്ള് ഞാൻ കേട്ടോ. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിനോട് ചേർന്നിട്ടുണ്ട്. അവിടെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടേ പിന്നെ അവിടെ കയറുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ അമ്പാടിയാണെങ്കിൽ നല്ല കരച്ചിലായിരുന്നു. അവനെന്തൊക്കെയോ ഒരു ശീലക്കേട് പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോയിലൊക്കെയാണ് കരഞ്ഞുകൊണ്ടിരുന്നത്. ഫോട്ടോ അവിടുന്ന് അമ്പലത്തിന് ചോറ് കൊടുക്കുന്ന സമയത്തേ ചെറുതായിട്ട് കരയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോസിലൊക്കെ അങ്ങനെയൊക്കെയാണ് ഉള്ളത് കേട്ടോ. എനിവേയ്സ് നമ്മളിത് പൂരിയും അതേപോലെ മസാല ദോശയാണ് ഞാനുമായിട്ടൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിച്ച് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും അവിടുന്ന് അമ്മയ്ക്ക് ഇതൊക്കെ കണ്ണനെയൊക്കെ നോക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊന്ന് പോസ് ചെയ്താണ്. മോനേതാ വേണ്ടേ? ഏതാ അമ്പടിക്കേതാ വേണ്ടേ? ഇത് വേണോ? ഏതാ വേണ്ടേ? ഏതാ വേണ്ട? അതാ വേണ്ടേ? JCB എല്ലാം ഉണ്ടല്ലോ. പ്ലെയിന് വേണോ? അത് JCB ഉണ്ട്. ഇനിയോ ഒരുപാട് അലങ്കാരം അല്ലേ? അതെ ചേരമ്മ.
അങ്ങനെ അമ്പാടിൻ്റെ ചോറ് ഊണ് കഴിഞ്ഞ പിന്നെ ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ് കേട്ടോ. അത് കഴിഞ്ഞ പിന്നെ നമ്മൾ റിലാക്സായി. രാവിലെ തന്നെ അത് കഴിഞ്ഞായിരുന്നു കേട്ടോ. വലിയ തിരക്കുണ്ടായിരുന്നില്ല ആ സമയത്ത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതൊക്കെ കഴിഞ്ഞ പിന്നെ നമ്മൾ ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്താമെന്ന് വെച്ചിട്ട് അമ്മയ്ക്ക് കണ്ണന് വേണമെന്ന് പറഞ്ഞാൽ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാർട്ട് 2 വ്ളോഗുമായിട്ട് നാളെ കാണാം. ടച്ച ബൈ ബൈ.